വി.ഡി. സതീശനെതിരെ നിയമസഭയിൽ താൻ നടത്തിയ പരാമർശത്തിൽ മാപ്പ് പറയുകയാണ് പി.വി. അൻവർ. ആ 150 കോടിയിൽ സതീശൻ സഭയിൽ നടത്തിയ പ്രസംഗവും ഇന്നത്തെ മാപ്പും ഒന്ന് കേൾക്കാം. പ്രതിപക്ഷ നേതാവിന് 150 കോടി രൂപ കൊടുത്തു. അത് എന്താണ് ഫ്രീസ് ചെയ്ത ഒരു മത്സ്യ ലോറിയിൽ ചാവക്കാട് എത്തിച്ചു. അവിടെ നിന്ന് ആംബുലൻസിൽ കൊണ്ടുപോയി. പിന്നെ വീണ്ടും തിരിച്ച് ബാംഗ്ലൂരിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അത് ഏത് വഴിക്കാ പോയെന്ന് പറഞ്ഞില്ല. വീണ്ടും തിരിച്ച് ചാവക്കാട് കൊണ്ടുവന്നിട്ട് ആംബുലൻസിൽ കൊണ്ടുവന്ന സാധനം വീണ്ടും ഞാൻ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് ഞാൻ മാസം 3 പ്രാവശ്യം ബാംഗ്ലൂരിൽ പോകുന്നുണ്ട്. സാർ, ഞാൻ ചിരിക്കണോ അല്ലെ നിങ്ങളെ ഓർത്ത് കരയണോ? നിങ്ങളുടെ ഗതികേട് ഓർത്തിട്ട് കരയണോ ഞാൻ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ MLA-ക്കെതിരെ കേരളത്തിന്റെ നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച വലിയൊരു ആരോപണമാണ്. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് ഈ വിഷയത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിന്റെ വസ്തുതകൾ മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളണമെന്നും എൻ്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. മുസ്ലിം ലീഗ് സോഫ്റ്റ് പാർട്ടിയാണ് പി.വി. അൻവറിന്. പ്രശംസ സ്വീകരിക്കുന്നുണ്ട് ലീഗ്. എന്നാൽ UDF പ്രവേശനത്തിൽ ഉത്തരം നൽകാൻ ലീഗ് തയ്യാറായിട്ടില്ല. ലീഗ് ഒരിക്കലും ഒരു ഹാർഡ് പാർട്ടി ആയിട്ടില്ല. ലീഗ് ഈസ് എ സോഫ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി. അവരുടെ എല്ലാ വിഷയത്തിലും അവരുടെ ഒരു നിലപാട് അതാണ്. അപ്പൊ ലീഗിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് പൊതുവിൽ ഇങ്ങനെയാണ്. അപ്പൊ ആ ലീഗിനെയും ആ തങ്ങളെയാണ് ഇപ്പൊ പിണറായി വർഗീയവാദിയാക്കുന്നത്. RSSകാർ പറയില്ല, RSSകാര്. നിങ്ങളാരെങ്കിലും ആണ് പുകയെത്തി തരാൻ നിങ്ങൾക്ക് സന്തോഷം തോന്നൂലേ? അതുമാതിരി നല്ലത് പറയുമ്പോ നമുക്ക് സന്തോഷമുണ്ട്. സന്തോഷമാണ്, ആര് പറഞ്ഞാലും സന്തോഷം. വിവരങ്ങളുമായി അരുൺ അമൃതാസ് ചേരുന്നു. അരുൺ, വലിയ കോളിളക്കം ഉണ്ടാക്കിയ ഒരു ആരോപണമായിരുന്നു നിയമസഭയിൽ അന്ന് പി.വി. അൻവർ ഉന്നയിച്ചത്. 150 കോടി കണ്ടെയ്നറിൽ കൊണ്ടുവന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളായിരുന്നു. പിന്നീട് ഇപ്പോഴിതാ വളരെ പരസ്യമായി മാപ്പ് ചോദിക്കുന്നു. UDFന്റെ ഭാഗമാകുമോ എന്ന ചോദ്യത്തിന് വി.ഡി. സതീശന്റെ ഭാഗത്ത് നിന്ന് വാതിൽ തുറന്നിട്ടോ അടച്ചിട്ടോ ഇല്ല എന്ന ഒരു മറുപടിയുമാണ് ലഭ്യമാകുന്നത്. മാത്രമല്ല, ഈ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരോട് മുസ്ലിം ലീഗിനോട് വളരെ സോഫ്റ്റായ ഒരു സമീപനവുമാണ് ഈ ഘട്ടത്തിൽ പി.വി. അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട രാഷ്ട്രീയം എന്താണ്? മോത്തി, പി.വി. അൻവർ നയം വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം തൃണമൂൽ കോൺഗ്രസിനൊപ്പം ചേരുക വഴി അൻവർ എന്താണ് ലക്ഷ്യമിടുന്നത് എന്നാണ് ഉയർന്ന ചോദ്യം. പക്ഷേ അതിന് അല്പ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. രാജിവെച്ചതിന് ശേഷമുള്ള അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ആദ്യ 10 മിനിറ്റിൽ തന്നെ അൻവർ കാര്യങ്ങൾ വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവിനോട് നിരുപാധികം മാപ്പ് പറഞ്ഞു. കോൺഗ്രസിന് അകമഴിഞ്ഞ പിന്തുണ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പ്രഖ്യാപിക്കുന്നു. നിലമ്പൂരിൽ മത്സരിക്കാനില്ലെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. അതിനാൽ തന്നെ തന്റെ സീറ്റ് തന്നെ ത്യജിച്ചുകൊണ്ട് അൻവർ UDFനൊപ്പം നിൽക്കാൻ തയ്യാറായി എന്ന രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് അവിടെ നടത്തി. ഒപ്പം തന്നെ വിയോജിപ്പും വ്യക്തമായി തന്നെ അറിയിക്കുന്നുണ്ട്. ചില അസ്വാരസ്യങ്ങൾ അൻവർ അവിടെ പങ്കുവെക്കുന്നുണ്ട്. അതായത് അൻവറും ഷൗക്കത്തും നേർക്കുനേർ വരുന്ന സാഹചര്യമൊക്കെ നമുക്കറിയാം. അത്തരത്തിൽ ഒരു യോജിപ്പും ഇല്ലാതെ പോയിരുന്ന 2 നേതാക്കൾ കൂടിയാണ്. കാരണം ഇരുചേരികളായിരുന്നപ്പോൾ പ്രത്യാരോപണങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ വിയോജിപ്പ് അവിടെ വ്യക്തമായി തന്നെ അൻവർ അറിയിക്കുന്നുണ്ട്. ആരാണ് ആര്യാടൻ ഷൗക്കത്ത് എന്നൊരു പരിഹാസത്തോടെ, ആര്യാടൻ മുഹമ്മദിന്റെ മകനാണല്ലേ എന്നൊരു പരിഹാസം അവിടെ മുന്നോട്ട് വെക്കുന്നു. ഒപ്പം തന്നെ VS ജോയിയെ പിന്തുണയ്ക്കുന്നു എന്നൊരു നിർദ്ദേശമായി തന്നെ കോൺഗ്രസിന്റെ മുന്നിലേക്ക് വെക്കുന്നതോടെ അൻവർ നയം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സെൻസിറ്റീവായ ഒരു വിഷയം കൂടിയാണ്. നിലമ്പൂർ മേഖലയിൽ ഒരു ഐക്യം UDFന് പ്രധാനമാണ്. അപ്പോൾ വളരെ ആലോചിച്ച് കരുതലോടുകൂടി തന്നെ UDF അതിൽ ഒക്കെ ഒരു പ്രതികരണം എടുക്കുകയുള്ളൂ. പ്രത്യേകിച്ചും ലീഗിന്റെ കോട്ടയായ മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ നിലമ്പൂരിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന്റെ സീറ്റാണെങ്കിൽ പോലും PK കുഞ്ഞാലിക്കുട്ടി എന്ന രാഷ്ട്രീയ ചാണക്യൻ നേരത്തെ പ്രതികരിച്ചത് നമ്മൾ കണ്ടു. പറയാതെ പറയുന്നുണ്ട് അവിടെ. അപ്പോൾ UDF എന്തായാലും കരുതലോടെ ഒരു നിലപാടിലേക്ക് കടക്കുകയുള്ളൂ. തീർച്ചയായും അങ്ങനെ കരുതലോടെ ഒരു നിലപാടിലേക്ക് കടക്കാൻ തന്നെയായിരിക്കും UDFന്റെ പദ്ധതി. വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത നമുക്ക് ലഭ്യമാകുമെന്ന് വിചാരിക്കാം.